ഇന്ത്യക്കാരെ മുഴുവൻ പുറത്താക്കണം, കാരണം ഒരെണ്ണത്തിനും അമേരിക്കയോട് കൂറില്ല എന്ന് പറഞ്ഞ് കുപ്രസിദ്ധി നേടിയ ഫ്ലോറിഡയിലെ ടാംപാബേ കൗൺസിൽ അംഗം ചാൻഡലർ ലാംഗ്വിൻ വീണ്ടും രംഗത്ത് വന്നു. സകല ഇന്ത്യക്കാരെയും പുറത്താക്കാൻ ഇപ്പം മതിയായ ഒരു കാരണം അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം ഇതാണ്. ടെക്സസിലെ ഫോർട്ട് വർത്തിനടുത്ത് ഒരു സ്പെഷ്യൽ ഇലക്ഷൻ നടക്കുകയുണ്ടായി സ്റ്റേറ്റ് സെനറ്റിലേക്ക്. അതിൽ കഴിഞ്ഞ തവണ അവിടെ അത് റിപ്പബ്ലിക്കൻ കൗണ്ടിയാണ്, റിപ്പബ്ലിക്കന്മാർക്ക് ആധിപത്യമുള്ള സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ തവണ 17 പോയിൻ്റ് ഈ പ്രസിഡന്റ് ട്രംപ് മുന്നിട്ട് നിന്നതാണ്. അദ്ദേഹത്തിന് 17 പോയിൻ്റ് കൂടുതൽ വോട്ട് കിട്ടിയതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ടെയ്ലർ റഹ്മത്ത് എന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി 14 പോയിൻ്റ് കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതായത് 17ഉം 14ഉം ഏതാണ്ട് 31 പോയിൻറ്റിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നു, മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ അത് റിപ്പബ്ലിക്കൻ അംഗങ്ങളിലെല്ലാം വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയൊരു കോളിളക്കം. കാരണം ജനങ്ങളെല്ലാം റിപ്പബ്ലിക്കൻ നയങ്ങളോട് എതിർക്കുന്നു, അതിനെതിരെ രംഗത്ത് വരുന്നു. റിപ്പബ്ലിക്കൻ അനുകൂല സ്ഥലങ്ങളിൽ പോലും ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. അതിൻ്റെ ഒരു തെളിവായിട്ട് ഇതിനെ കാണിക്കുന്നു. എന്തായാലും ഇതൊരു വേക്കപ്പ് കോളാണെന്നാണ് ഈ ടെക്സസ് ഗവർണർ ഗ്രെഗ് ആബട്ട് പറഞ്ഞത്. അതിന് പുറമെ ഇത് വിവാദ വിഷയമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില ഇന്ത്യക്കാർ അവകാശപ്പെട്ട പോലെ തോന്നുന്നു. അത് ഇന്ത്യക്കാരുടെ രോഷം കൊണ്ടാണ് ഇയാൾ പരാജയപ്പെട്ടത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എൻ ബ്ലോക്കായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വന്നവിടെ വോട്ട് ചെയ്തു. എന്ന് മാത്രമല്ല, റഹ്മറ്റ് എന്നുള്ള ആ പേര് വന്നതുകൊണ്ട് അയാൾ ഏതോ ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ്, അതുകൊണ്ട് അയാൾ ഇന്ത്യക്കാരനാണെന്നുള്ളൊരു ധ്വനിയും വന്നു. പക്ഷേ വാസ്തവം അതല്ല. അവിടെ ആകപ്പാടെ ഈ ഡിസ്ട്രിക്റ്റിൽ 2% മാത്രമേ ഇന്ത്യക്കാരുള്ളൂ. അവരുടെ വോട്ട് കൊണ്ട് ഒരു മാറ്റവും വരുത്താനാവില്ല. കാര്യമായൊരു ഒരു ഇലക്ഷൻ റിസൾട്ടിനൊരു പ്രതിഫലനവും ഉണ്ടാക്കാനാവില്ല. പക്ഷേ ആ വസ്തുത മറന്നു. അപ്പോൾ എന്തായാലും ഇന്ത്യക്കാരാണ് വിജയിച്ചെന്നുള്ളൊരു ധാരണ പരക്കെ ഉണ്ടാവുകയുണ്ട്. ഇന്ത്യക്കാരാണ് ഈ പരാജയത്തിന് കാരണമെന്നുള്ള ഒരു ധാരണ പരക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അത് ഏറ്റുപിടിച്ചാണ് നമ്മുടെ ലാംഗ്വിൻ പറഞ്ഞത്, അപ്പോൾ സകല ഇന്ത്യക്കാരെയും അമേരിക്കയിൽ നിന്ന് പുറത്താക്കാൻ മതിയായ ഒരു കാരണമാണിത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഈ ചാൻഡലറെ പോലെ അങ്ങനെ കുറേ പേർക്ക് അവകാശപ്പെട്ടതാണ്. വേറെ പുതുതായിട്ട് വരുന്നവരും പുതുതായിട്ട് ഇവിടെ പൗരത്വം നേടിയവർക്കും അവർക്കൊന്നും ഇവിടെ ഒരു അവകാശവുമില്ല. അവരെയെല്ലാം പുറത്താക്കണം, അല്ലെ പുറത്താക്കി കളയാം എന്നുള്ള ആ ചിന്താഗതി. എന്തായാലും അതിനെതിരെ ശക്തമായിട്ട് ഈ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഹാഗ് ശുക്ല രംഗത്ത് വന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ അമേരിക്കൻ അഡ്വക്കസി കൗൺസിൽ വന്നു. അവർ പറഞ്ഞത് ഈ ചാൻഡലർ പറയുന്ന പോലെയല്ല, ചാൻഡലർ ലാംഗ്വിൻ പറയുന്നത് പോലെയല്ല. അവിടെ 2% ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ അമേരിക്കക്കാർ ഡീസൻറ്റ് വ്യക്തികളാണ്. അതുപോലെ തന്നെ അവർ വിശ്വാസത്തിലൊക്കെ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ്. അവർ റേസിസ്റ്റുകളൊന്നുമല്ല. അതിൻ്റെ പ്രതിഫലനമാണ് അവിടെ കണ്ടത്. ഇങ്ങനെയുള്ള വർഗീയവാദം പറയുന്ന ആളുകൾക്ക് അവരല്ല അവിടെ ഭൂരിപക്ഷമെന്ന് വ്യക്തമായി. അവരോടൊപ്പമാണ് ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്. ഈ ലാംഗ്വിൻ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും നടക്കില്ല എന്ന് വ്യക്തമായിട്ട് അവർ പറയുകയും ചെയ്തു. വളരെ കൃത്യമായൊരു മറുപടിയാണത് എന്നെനിക്ക് തോന്നി. കാരണം ഇങ്ങനെ ഈ വർഗീയവാദികൾ ഇന്ത്യക്കാർ വന്നു, ഇന്ത്യക്കാരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഭാഗത്ത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെപ്പറ്റി നമുക്കറിയാം. ഇപ്പം ചില കമ്മ്യൂണിറ്റികൾ ഇവിടെ ബിസിനസ് നടത്തുന്നു, അവിടെ ആ ബിസിനസ്സിലെല്ലാം ആധിപത്യം നേടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയല്ലാതെ ഈ രാജ്യത്തിന് ദ്രോഹകരമായിട്ടോ അല്ല ഈ രാജ്യത്ത് അലിഞ്ഞു ചേരാത്ത എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്? ഈ രാജ്യത്തിനെതിരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ രാജ്യത്തെ പൗരന്മാരായി കഴിയുമ്പം ഈ രാജ്യത്തിൻ്റെ ആളുകളായി മാറിയിരിക്കുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ കുറ്റപ്പെടുത്തുക, നമ്മളെന്തോ കുത്തിവാരിക്കൊണ്ട് പോകുന്നു. ഇവിടെ ഈ രാജ്യത്തോട് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വരില്ലല്ലോ. അപ്പം ഇങ്ങനെ പറയുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഈ വംശീയവാദികൾ, അവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ നമ്മളത് കേൾക്കുമ്പോൾ നമുക്കതൊരു വിഷമമായിട്ട് തോന്നുന്നു. നമ്മളെപ്പറ്റി ഇല്ലാത്ത ആരോപണങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത്. എന്തായാലും ലാംഗ്വിൻ്റെ ആ വർത്തമാനം അങ്ങ് മനസ്സിലിരുന്നോട്ടെ. ഞങ്ങൾ ഈ വർഗീയവാദത്തിനൊന്നും വഴങ്ങുന്നില്ല എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതികരിച്ചത്. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തായാലും ഇലക്ഷൻ സമയത്ത് ഈ ഇമ്മിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഐസിൻ്റെ ഈ റെയ്ഡുകളും അവർ ഭരണഘടനയ്ക്കും ഈ അമേരിക്കൻ നിയമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ജനങ്ങൾ ഇമ്മിഗ്രേഷൻ ഈ അനിയന്ത്രിതമായ കുടിയേറ്റത്തിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. വോട്ട് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഈ അതിർത്തി കടന്ന് ഇല്ലീഗലായിട്ട് വരുന്നത്. ഇവിടെ ലീഗലായിട്ട് വന്നവരും അതുപോലെ തന്നെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരും അവരെ ഓടിച്ചിട്ട് പിടിക്കണം എന്ന് പറയുന്ന അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരാണോ അമേരിക്കയിലുള്ളവർ? അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിപ്പോൾ
ഈ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുറന്നാൽ നമുക്ക് കാണാം ഈ ആനിമൽസ് ചെറിയ മൃഗങ്ങളെ വേട്ടയാടുന്നത്, ഓടിച്ചിട്ട് പിടിച്ച് കഴുത്തിന് ഞെരിച്ച് കൊല്ലുന്നത്, കഴുത്തിന് കുത്തി കൊല്ലുന്നത്, കടിച്ചു കയറി കൊല്ലുന്നത്. ആ രീതിയിൽ ആണോ ലോ എൻഫോഴ്സ്മെൻറ്റ് ആളുകളുടെ അടുത്ത് ചെല്ലേണ്ടത്? എന്തായാലും അതിനെതിരെയൊക്കെയുള്ള ഒരു നിലപാടിലൊരു മാറ്റമായിട്ടാണ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. ഒരു ഇലക്ഷൻ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയുണ്ടായി. ന്യൂയോർക്ക് ടൈംസിൽ ഒരു ജഡ്ജിയെ പറ്റി ഒരു വാർത്ത വന്നു. അതിന് നേരെ വിപരീതമായ മറ്റൊരു വാർത്ത ന്യൂയോർക്ക് പോസ്റ്റിലും വന്നു. സംഗതി ഇതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. മിനസോട്ടയിൽ ഒരു 5 വയസ്സുള്ള കൊച്ചിനെ ഒരു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ആ കൊച്ചിൻ്റെ ബുക്ക് ബാഗിൽ പിടിച്ചിരിക്കുന്നു. ആ ബുക്ക് ബാഗ് കൊണ്ട് എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് വാതിലിൽ മുട്ടിക്കുന്നു, അവിടെ വീട്ടിൽ വേറെ വല്ലവരും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അതിനുശേഷം ആ കൊച്ചിനെയും കൊച്ചിൻ്റെ അപ്പനെയും അവർ അറസ്റ്റ് ചെയ്തു. മിനസോട്ടയിൽ നിന്ന് ടെക്സസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ ടെക്സസിലെ ജഡ്ജി ഇവരെ രണ്ടുപേരെയും മോചിപ്പിക്കാനായിട്ട് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഉത്തരവിടുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അതിൽ ഈ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ അവകാശങ്ങളെപ്പറ്റി എല്ലാമാണ് പറയുന്നത്. അതുപോലെ തന്നെ ബൈബിളിൻ്റെ ചില കാര്യങ്ങളും 1-2 വാചകങ്ങളും അദ്ദേഹം കോട്ട് ചെയ്തു. ഈ കുട്ടിയുടെ പടവും വെച്ച് അതിൻ്റെ അടിയിലാണ്. അതിൽ ഒരു വാചകം, ബൈബിളിലെ ഒരു വാചകം ജീസസ് കരഞ്ഞു എന്നൊരു വാചകം കൂടി ചേർത്തിരിക്കുന്നു. ബൈബിളിലെ ഒരു വാചകം അദ്ദേഹം എടുത്തു ചേർത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യാത്മകമായ ആ ശൈലി, ഐസിൻ്റെ ഈ ക്രൂരമായ നടപടിക്കെതിരെയുള്ള ആ നടപടി, അതിനെ വളരെ പുകഴ്ത്തിയാണ് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനം. നേരെ മറിച്ച് ന്യൂയോർക്ക് പോസ്റ്റിൽ വന്ന ലേഖനം പറയുന്നത് ഈ ജഡ്ജ് നിയമപരമായിട്ടല്ല, നിയമം ഒന്നും അതിൻ്റെ അകത്തില്ല, അദ്ദേഹം ഇത് ഈ റെസിസ്റ്റൻസിൻ്റെ റോട്ടൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ഭാഗമാണ്, ഇവിടുത്തെ പ്രതിഷേധക്കാരുടെ ഒരു ഭാഗമാണ്, അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു വിധിയാണത്. അതിൽ ഈ ജുഡീഷ്യലായിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വെറുതെ എഴുതി വെച്ചിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് വേറൊരു ലേഖനം, നീണ്ട ലേഖനം. എന്തായാലും ആ ജഡ്ജി നമുക്ക് ആ ജഡ്ജിയുടെ നിലപാടിനെ അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. ന്യൂയോർക്ക് ടൈംസിനെ പോലൊരു പത്രം അഭിനന്ദിച്ചെഴുതണമെങ്കിൽ അത് നിസ്സാരമായൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കാനുമാവില്ല. സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരു നിലപാട് എന്ന് മാത്രമല്ല, ഈ ആളുകളെ, ഈ ചെറിയ കുട്ടി 5 വയസ്സുള്ള കുട്ടിയൊക്കെ ഈ ഇമിഗ്രേഷൻ്റെ കാര്യത്തിലൊക്കെ പിടികൂടുക, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനും ഒരു അസാംഗത്യമുണ്ട്, അതിനും ഒരു വിഷമകരമായ കാര്യമുണ്ട്. എങ്ങനെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഇമിഗ്രേഷൻ സംബന്ധിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെയും അലോസരപ്പെടുത്തുന്നു. ഇന്നിപ്പോൾ ഏതായാലും നല്ലൊരു കാര്യം കണ്ടത്, ഈ മിനസോട്ടയിലേക്ക് പ്രസിഡന്റ് അയച്ച ടോം ഹോമാൻ, അദ്ദേഹമാണ് ആ ഇങ്ങനെ ഇമിഗ്രേഷൻ കാര്യത്തിലുള്ള കുടിയേറ്റ സാർ. അങ്ങേര് ചെന്നിട്ട് 700 ഇമിഗ്രേഷൻ ഏജൻസിനെ അവിടെ നിന്ന് പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നല്ലൊരു കാര്യം. പക്ഷേ 4,200 പേര് രംഗത്തുണ്ട്. അപ്പോൾ മിനസോട്ടയിലെ നടപടികൾ ശക്തി കുറയ്ക്കാനാണ് അദ്ദേഹം നോക്കുന്നത് എന്ന് തോന്നുന്നു. അതേസമയം തന്നെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലുമൊക്കെ ഇതിൻ്റെ പ്രതിഫലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പല അറസ്റ്റുകളെ പറ്റിയൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. എന്തായാലും കരുതലോടെ ഇരിക്കുക.